മാധ്യമപ്രവർത്തകൻ ശ്രീ എ സജീവൻ, ഡോക്ടർ ബി ജയരാജ് CPIM സഹയാത്രികൻ, MK ഹരിദാസ് പ്രോപ്പർ ചാനൽ പ്രതിനിധി, ശ്രീ പി സുജാതൻ മുതിർന്ന മാധ്യമപ്രവർത്തകർ എന്നിവരാണ് ചർച്ചയുടെ ഭാഗമാകുന്നത്. ആദ്യം ശ്രീ സജീവൻ, ഇവിടെ ഇതാ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകൾ നടക്കുന്നു. അത് പാർട്ടിയുടെ ആഭ്യന്തര വിഷയമാണ് എന്ന് പറയുമ്പോൾ പോലും വലിയ മാറ്റങ്ങൾക്ക് കൂടി പാർട്ടി തയ്യാറാകുന്നു എന്നതാണ് വികസന രേഖയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരിക്കൽ തള്ളിപ്പറയുകയും കാലങ്ങളോളം പ്രതിഷേധമുയർത്തുകയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളടക്കം ഇത്തരം ആശയങ്ങൾ മുന്നോട്ട് വെച്ചപ്പോൾ അതിനെയൊക്കെ അതിരൂക്ഷമായി വിമർശിക്കുകയും ചെയ്ത പാർട്ടിയാണിപ്പോൾ ഈ വികസന രേഖ മുന്നോട്ട് വെക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ഈ വികസന രേഖയിലൂടെ വായിച്ചെടുക്കേണ്ടത്? പാർട്ടിക്ക് വൈകിപ്പോയി എന്നാണോ? അങ്ങനെയല്ല. ഇതിൽ പാർട്ടിക്ക് വൈകിപ്പോവുക എന്ന് പറയുന്നത് നമ്മൾ കാണേണ്ടത് ഓരോ ഘട്ടത്തിലും പാർട്ടി ഓരോ തരത്തിലുള്ള നയം ആണ് സ്വീകരിക്കുക. അത് പലപ്പോഴും കാലഹരണപ്പെടുന്നൊരവസ്ഥയുണ്ടാകും. ആ നേരത്തെ എടുത്തുള്ള നയം ഇപ്പോഴത്തെ കാലഘട്ടത്തിന് യോജിച്ചതല്ല എന്ന് തോന്നുന്ന ഘട്ടത്തിൽ അത് തിരുത്തുകയാണ് വേണ്ടത്. പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, പ്രത്യേകിച്ച് CPM തന്നെ അങ്ങനെ തിരുത്താൻ മടിച്ച ഘട്ടങ്ങളുണ്ട് പല ഘട്ടങ്ങളിലും. അതിൽ നിന്ന് മാറിയിട്ട് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ നമുക്കെല്ലാവർക്കും അറിയാം, സ്വകാര്യവൽക്കരണത്തെ വളരെ ശക്തമായിട്ട് എതിർത്ത പാർട്ടിയാണ് CPM. അങ്ങനെ CPM അതിരൂക്ഷമായ രൂപത്തിൽ ഒരു തരത്തിലും സ്വകാര്യവൽക്കരണം അംഗീകരിക്കില്ല, അതിനെ ഒരു തരത്തിലും നടപ്പാക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞ പാർട്ടി ഇപ്പോഴെന്തുകൊണ്ടാണ് തുറന്ന സ്വകാര്യവൽക്കരണത്തെ സ്വീകരിക്കുന്നത്? അതായത് തുറന്ന മനസ്സോട് കൂടിയിട്ട് സ്വകാര്യവൽക്കരണത്തെ സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്തു. കാരണം അവർക്കറിയാം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നേരത്തെയുള്ള നയവുമായി പോയി കഴിഞ്ഞാൽ ഒരിക്കലും സമൂഹത്തിന് മുന്നോട്ടേക്ക് പോകാൻ കഴിയില്ല. അത് സ്വാഭാവികമായിട്ടും പാർട്ടിയെ തന്നെ പിന്നോട്ടേക്ക് കൊണ്ടുപോകുന്നൊരവസ്ഥയിൽ, ജനകീയമല്ലാതാക്കി മാറ്റുന്ന ഒരവസ്ഥയിൽ എത്തിക്കും. സ്വാഭാവികമായിട്ടും കാലത്തിനനുസരിച്ച് മുന്നോട്ടേക്ക് പോവുക എന്ന് പറയുന്ന ഒരു നയമാണ് ഇപ്പോഴത്തെ സംസ്ഥാന സമ്മേളനത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ള ഈ പ്രവർത്തന റിപ്പോർട്ടിലുള്ളത് എന്നാണ് ഞാൻ അവിടെയാണ് ശ്രീ സജീവൻ സാർ ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്. ഇതിലിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അങ്ങനെ പുതുമയുള്ളത് എന്ന് പറയാൻ സാധിക്കില്ല. ഒരുപക്ഷെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ഇതുവരെ മുന്നോട്ട് പോയ ലൈനിൽ നിന്ന് വ്യത്യസ്തമാകാം. ഇതിലിപ്പോൾ ഈ പറയുന്ന ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത സ്ഥാപനങ്ങൾ, അതിലേക്ക് സ്വകാര്യവൽക്കരണം വരുന്നു, അല്ലെങ്കിൽ PPP മോഡലിൽ ഉള്ള നിക്ഷേപങ്ങൾ ആകാം എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ഈ സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്നവർക്ക് ഇത്തരം ആനുകൂല്യങ്ങളൊക്കെ, എല്ലാ ആനുകൂല്യങ്ങളും അവർക്ക് നൽകണമോ എന്ന ചോദ്യം ഉയരുന്നു. ഈ സംഭവങ്ങളൊക്കെ പരിശോധിച്ചാൽ ഇതൊന്നും പുതുമയുള്ളതായി നമുക്ക് വിലയിരുത്താൻ സാധിക്കില്ല. പക്ഷെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മാത്രമാണ് ഇതൊക്കെ പുതുമയായി തോന്നുന്നത്. ഇപ്പോൾ തന്നെ എത്രയോ സംവിധാനങ്ങൾ ഈ മട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ. തീർച്ചയായിട്ടും അതിന് കാരണം എന്താണെന്ന് അറിയാവൂ? ഈ CPMന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, അവർ ഇക്കാലത്ത് നേരിടുന്ന ഒരു പ്രശ്നം, അതായത് മാർക്സും ഏംഗൽസും ഒക്കെ വിഭാവന ചെയ്ത രൂപത്തിലുള്ള ഒരു വർഗസമര സിദ്ധാന്തത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല. അതായത് ഫ്യൂഡലിസത്തിൽ നിന്നും മുതലാളിത്തത്തിലേക്ക്, മുതലാളി വർഗവും തൊഴിലാളി വർഗവും തമ്മിലുള്ള സംഘർഷത്തിലേക്കും അവിടെ നിന്ന് ശാസ്ത്രീയ സോഷ്യലിസത്തിലേക്കും കമ്മ്യൂണിസത്തിലേക്കുള്ള ഒരു ഘട്ടം ഘട്ടമായിട്ടുള്ള ഒരു പോക്ക്, അതാണ് മാർക്സും ഏംഗൽസും ഒക്കെ വിഭാവന ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിനിടക്കാലത്ത് ഇതൊന്നുമല്ലാത്ത ഒരു സംവിധാനം വന്നു കഴിഞ്ഞു. പൂർണ്ണമായിട്ടും തൊഴിലാളി വർഗം എന്നൊരു തൊഴിലാളി വർഗം ഇപ്പോഴില്ല. ഏതാണ്ട് മുതലാളിത്തത്തോട് അടുത്ത് നിൽക്കുന്ന, വേണമെങ്കിൽ പെറ്റി ബൂർഷ എന്ന് പറയാവുന്ന രൂപത്തിലേക്ക് എല്ലാ തൊഴിലാളി വർഗവും മാറിക്കഴിഞ്ഞു. അപ്പൊ അതൊരു വർഗസമരത്തിന്റെ, വർഗസംഘർഷത്തിന്റെ ഒരു ഘട്ടത്തിലേക്ക് പോവില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു സിദ്ധാന്തവുമായി മുന്നോട്ടേക്ക് പോകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഈ ജനാധിപത്യ യുഗത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റം, ഇന്ത്യയിൽ വന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക രംഗത്താണെങ്കിലും രാഷ്ട്രീയ രംഗത്താണെങ്കിലും വന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, വർഗീയതയുടെ കടന്നുകയറ്റം, അത് ഇതുവരെ നമ്മൾ കാണാത്തൊരു, ഈ മാർക്സും ഏംഗൽസും പറയുന്നതിൽ വർഗീയത ഇതിനിടയിൽ ഒരു പ്രശ്നമായിട്ട് വരുന്നില്ല. ഇപ്പൊ ഇന്ത്യ നേരിടുന്ന ഒരു വർഗീയമായിട്ടുള്ള ചേരിതിരിവും പോരാട്ടവും ഒക്കെയാണ്. ഇതിനിടയിൽ എവിടെ നിൽക്കണം? മുഖ്യശത്രു ആരാണ്?
മുഖ്യശത്രു മുതലാളിയാണോ അതല്ല വർഗീയ കക്ഷികളാണോ വർഗീയ പ്രചരിപ്പിക്കുന്നവരാണോ ഇത്തരത്തിലുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്. അത് അവരെ പലപ്പോഴും ഇതേപോലെ സന്നിഗ്ധാവസ്ഥയിൽ എത്തിക്കുന്നുണ്ട്. മറ്റു പാർട്ടികൾക്ക് അതില്ല. കാരണം അവർ കാലത്തിനനുസരിച്ച രീതിയിൽ ഘട്ടം ഘട്ടം അവർ ഈ ഒരു പാർട്ടി സമ്മേളനം കഴിഞ്ഞ് അടുത്ത പാർട്ടി സമ്മേളനത്തിലേക്ക് വന്നിട്ട് തീരുമാനം എടുക്കലൊന്നുമില്ല. അവിടെ ഘട്ടം ഘട്ടമായിട്ടുള്ള മാറ്റങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്നുണ്ട്. ഇപ്പം നെഹ്റുവിന്റെ കാലത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വൻകിട പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉന്നമനമായിരുന്നു നെഹ്റു ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ അവിടെ നിന്ന് കോൺഗ്രസ് ഒരു പ്രത്യേക തീരുമാനം എടുത്തുകൊണ്ട് AICC സമ്മേളനത്തിൽ തീരുമാനിച്ചനുസരിച്ച് മാറ്റമൊന്നുമില്ലല്ലോ. അത് ആ സമയത്ത് കാലത്തിനനുസരിച്ച രീതിയിൽ അവർ മാറ്റിക്കൊണ്ടിരിക്കും. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുണ്ടാവുന്ന പ്രശ്നം ഒരു പാർട്ടി സമ്മേളനം അല്ലെങ്കിൽ ഒരു പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് അടുത്ത പാർട്ടി കോൺഗ്രസിന് ഇടയിൽ നയപരമായിട്ടുള്ള ഒരു വ്യതിയാനത്തിലേക്ക് ഒരു തീരുമാന മാറ്റത്തിലേക്ക് പോകാൻ കഴിയില്ല ഇപ്പോഴത്തെ അവസ്ഥ. അതുകൊണ്ട് അവർക്ക് പലപ്പോഴും കുറെ ലാഗ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. പണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ കമ്പ്യൂട്ടറൈസേഷനൊക്കെ വളരെ ശക്തമായിട്ട് എതിർത്തിരുന്നു. ഇപ്പോഴത് പറയും, ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ആസ്ഥാനത്തിന്റെ എത്ര കമ്പ്യൂട്ടറുകൾ ഉണ്ടെന്നുള്ള കാര്യം ചോദിച്ചാൽ നമുക്ക് അത്ഭുതം തോന്നും. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ക്രൈസിസ് അവർ നേരിടാനും പാർട്ടിയുടെ പഴയ ചട്ടക്കൂട് പൊളിച്ചു മാറ്റിയിട്ടുമില്ല. അതേ സമയത്ത് അതിനപ്പുറത്തേക്ക് വരുന്ന കുറെ പ്രശ്നങ്ങൾ ഈ മാർക്സും ഏംഗൽസും ഒന്നും വിഭാവന ചെയ്യാത്ത കുറെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളുണ്ട്. അതിനിടയിൽ പെട്ടുപോകുന്നതുകൊണ്ടാണ് നമുക്ക് പുത്തനല്ല എന്ന് തോന്നുന്ന, ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ നമുക്കൊന്നും പുത്തനല്ല എന്ന് തോന്നുന്നു. കാരണം സ്വകാര്യവൽക്കരണം എത്രയോ കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ ഇപ്പോഴത്തെ ഘട്ടത്തിൽ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ അംഗീകരിക്കാൻ തയ്യാറാവുമ്പോൾ അത് നമ്മളെല്ലാവരും നേരത്തെ അംഗീകരിച്ചാണല്ലോ എന്ന് നമുക്ക് തോന്നും. അപ്പം പഴയ ഒരു വീഞ്ഞ് ഒരു പുതിയ കുപ്പിയിലേക്ക് നിറയ്ക്കുകയാണോ എന്ന് നമുക്ക് തോന്നും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു രീതി അവരുടെ സംഘടനാപരമായിട്ടുള്ള ആ രീതിയുണ്ട്. ആ രീതിയിൽ നിന്ന് അവർക്ക് മാറാൻ കഴിയാത്തൊരു ഞാൻ താങ്കളിലേക്ക് വരാം. മാധ്യമപ്രവർത്തകനായ ശ്രീ